ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്കറിയാം ബി എ ഇംഗ്ലീഷ് സോഷ്യോളജിക്കും ബി എ സോഷ്യോളജിക്കും ബി എ ഇംഗ്ലീഷിനൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം എന്താണ് ഡിസാസ്റ്റർ, നമ്മുടെ ദുരന്തം, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ദുരന്തങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ എടുക്കുന്ന നിവാരണ മാർഗങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ക്ലാസിഫിക്കേഷനും ഇൻട്രൊഡക്ഷനും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞൊരു സബ്ജക്റ്റാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതിൽ നമുക്ക് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ പഠിക്കാനുണ്ട്. ദെൻ റിസ്ക് ആൻഡ് നാച്ചുറൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ, അതായത് എടുക്കുന്ന റിസ്ക്, പിന്നെ ഡിസാസ്റ്റേഴ്സ് എങ്ങനത്തെയൊക്കെയാണ്, ഏതൊക്കെ ഉണ്ട് തരം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യയിൽ ഡിസാസ്റ്റർ എത്രത്തോളം നമ്മൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, അത് പ്രകാരം ഡിസാസ്റ്റർ വന്നതിന് ശേഷം ആ ഒരു പ്രദേശത്തെ നമ്മൾ വീണ്ടും ആ ലൊക്കാലിറ്റിയെ നമ്മൾ വീണ്ടും പ്രൊഡ്യൂസായി എടുക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ആക്ട്സ്, ദെൻ പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ. നമ്മുടെ രാജ്യത്തിലാണെങ്കിലും അതിനെങ്ങനെയൊക്കെ നമുക്ക് റീഅറേഞ്ച് ആക്കി മാറ്റണം, ആ ലൊക്കാലിറ്റി മൊത്തം. അഥവാ ഫ്ലഡൊക്കെ വരികയാണെങ്കിൽ അതൊരു ഡിസാസ്റ്ററാണ്. ആ സമയത്ത് ആ ഒരു ലൊക്കാലിറ്റി മാത്രം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോളിസീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെൻറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ ഫോക്കസ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് റിലീഫ് ആൻഡ് റെസ്പോൺസ്, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന റെസ്പോൺസ്, റിലീഫ്, ഡാമേജ് അസസ്മെൻറ്റ് ആൻഡ് റീഹാബിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി അല്ലേ. റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം, ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ഏരിയ, അല്ലെങ്കിൽ അതൊരു വില്ലേജ് ആവാം, ഒരു ഏരിയ ആവാം, ലൊക്കാലിറ്റി, ചെറിയൊരു ലൊക്കാലിറ്റി ആവാം, പ്ലേസ് ആവാം. എത്രത്തോളം ഏരിയ കുറഞ്ഞാലും കൂടിയാലും അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് ഏറിയതുമാണ്, ചെലവ് ഏറിയതുമാണ്. ഒരു രാജ്യത്തിനത് സാമ്പത്തിക ചിലവിലെ ഒക്കെ അങ്ങനെയുള്ള എല്ലാം നോക്കുന്നതാണ് നമുക്ക് റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി. ദെൻ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പഠിക്കാനുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴാണ് അധികം വരുന്ന ഡിസാസ്റ്റർ വരുന്നത്. നെക്സ്റ്റ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ ഡിസാസ്റ്റേഴ്സും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതായത് ഡിസാസ്റ്റർ ആയിട്ടുള്ള ആ ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് വീണ്ടും അത് റീഅറേഞ്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഓവർകം ചെയ്തിട്ട് വേണം ആ ഒരു ലൊക്കാലിറ്റിയെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ദെൻ റെലവൻസ് ഓഫ് നോളജ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഡിസാസ്റ്റർ വരുമ്പോൾ ഡിസാസ്റ്റർ വന്ന് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിന് മാനേജ് ചെയ്യാൻ പ്രത്യേക തന്നെ ഒരു പഠിക്കാനുണ്ട്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് കേസ് സ്റ്റഡീസ്, അതിൻ്റെ റിവ്യൂസ് ഒക്കെ ഉള്ളതാണ്. റിവ്യൂ കാര്യങ്ങൾ ഇനി വരാതിരിക്കാൻ, ഇനിയൊരു ഫ്ലഡോ മണ്ണൊലിപ്പോ വെള്ളപ്പൊക്കമോ പിന്നെ കൊടുങ്കാറ്റോ അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മാർഗങ്ങൾ, ദുരന്ത നിവാരണ മാർഗം, അതിൽ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ. ഓക്കെ, മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ, ഇതിൽ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാം അധികം ഡിസാസ്റ്റേഴ്സും വാട്ടർ റിലേറ്റഡ് ആണ്, ക്ലൈമറ്റ് റിലേറ്റഡ് ആണ് അല്ലേ. വാട്ടർ നമുക്ക് ഫ്ലഡ്, വെള്ളപ്പൊക്കം. ക്ലൈമറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോം, കൊടുങ്കാറ്റ്. നെക്സ്റ്റ് എർത്ത് ക്വേക്ക് ആൻഡ് സുനാമി, ഭൂകമ്പം നമുക്കറിയാം, ഭൂമികുലുക്കം വരുന്ന ഈ എർത്ത് ക്വേക്ക്. സുനാമി എന്ന് പറഞ്ഞാൽ കടൽക്ഷോഭം, കരയെ വിഴുങ്ങാൻ വരുന്നതാണ് സുനാമി. നെക്സ്റ്റ് ഫ്ലഡ്, വെള്ളപ്പൊക്കം. എക്സ്ട്രീം ടെമ്പറേച്ചർ, ഊഷ്മാവ് കൂടുക, അന്തരീക്ഷം മൊത്തത്തിൽ ഊഷ്മാവ് കൂടുക, അതൊരു ഡിസാസ്റ്ററാണ്. നെക്സ്റ്റ് സ്റ്റോം, കൊടുങ്കാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സിൽ നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഡിസാസ്റ്റേഴ്സ് നാച്ചുറൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് അല്ലേ. നമുക്കറിയാം it is gust and leaves of permanent impression visit on the victims. Disaster play the peoples who they cause excessive losses and humanity of infrastructure.
ഫുൾ ലോസാണ്, നമുക്ക് നഷ്ടം, നമ്മുടെ ഫുള്ള് നഷ്ടം വരുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ എക്കണോമിക്കലി ആൻഡ് ദെൻ ജനങ്ങളുടെ സാമ്പത്തികവും എല്ലാതും ഒലിച്ചു പോവുക, അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുക. ബിഗ് ലോസ് ആണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ മിസ് വായിക്കാൻ പോവാണ്. ഇറ്റ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇറ്റ് ബ്രിങ് ദ ലൈറ്റ് ആൻഡ് ലോങ് ഹിസ്റ്ററി ഓഫ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അത് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ഇറ്റ് ബ്രിങ്സ് ലൈറ്റ് ടു ദി ലോങ് ഹിസ്റ്ററി ഓഫ് ഡിസാസ്റ്റേഴ്സ്. പണ്ട് ഡിസാസ്റ്റേഴ്സ് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഓവർകം ചെയ്തിരുന്നു ഹിസ്റ്ററി പണ്ടത്തെ കാലത്ത് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ക്ലാസിഫൈ ചെയ്യാനും അതിൻ്റെ മീനിങ് എത്രത്തോളം ഭയാനകമാണ് എന്ന് മനസ്സിലാക്കാനും പറ്റൂ. ഇറ്റ് സിഗ്നിഫൈസ് ദ ഡിസാസ്റ്റേഴ്സ് ഹാസ് ബീൻ അഫക്റ്റിംഗ് സൊസൈറ്റീസ് ഹാഡ് ബീൻ posing problems and threats of the people and structure. It is a posing problem of threats and threats to people's structures. നമ്മൾ ജീവിക്കുന്ന ജനങ്ങളുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഘടന, അവരുടെ ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവും, അവർ താമസിക്കുന്ന ഏരിയയിലെ ഒരു ഘടന, അതിനെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സംഭവമാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. It term disaster composed of the word bad or star. It also highlights the major impact disaster, namely loss of life and property. Loss of life and property എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിസാസ്റ്റർ എന്ന വേർഡിൻ്റെ മീനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, മിസ് ജസ്റ്റ് എഴുതുക. ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി എന്നാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതിൻ്റെ കറക്റ്റ് മലയാളം. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, നമ്മുടെ സ്വത്ത് സംരക്ഷണവും നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് നമ്മുടെ ലൈഫും ജീവിതവും സ്വത്തും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ നമ്മുടെ കിട്ടുന്ന സേവിങ്സ് എല്ലാം ലോസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ദുരന്തം അല്ലെങ്കിൽ ഇതിന് മീനിങ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, ദെൻ ദർ ഈസ് എൻ മെൻഷൻ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ എർത്ത്. നമ്മുടെ ഭൂമിയിൽ പലതരം ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. കെമിക്കൽ ബേസ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്, ന്യൂക്ലിയർ റിലാറ്റഡ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയർ, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. ഇൻഡസ്ട്രിയൽ എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. കെമിക്കൽ ഡിസാസ്റ്റേഴ്സ്, industrial and chemical disasters in unit, and it is specially focused to natural disasters. പക്ഷേ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്. പക്ഷേ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? ഇറ്റ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ഓർ റിലേറ്റഡ് ടു നാച്ചുറൽ അല്ലേ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് റിലേറ്റഡ് ടു ക്ലൈമറ്റ്. ഓക്കെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതി കൊണ്ടുണ്ടാകുന്ന എന്തൊക്കെ ദുരന്തങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത്, പ്രകൃതി കൊണ്ടുണ്ടാകുന്നതാണ്. എന്ത്? എർത്തുക്കേക്ക്, സുനാമി, ഫ്ലഡും സ്റ്റോമും അല്ലെ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, സുനാമി, ഭൂമികുലുക്കം, ഇവയൊക്കെ പ്രകൃതി നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത് അല്ലേ. Next is storm and epidemic. Besides man-made disasters, mainly complex emergencies, conflict, famine, and displaced populations, transport accident, and industrial accidents are highlighted in this unit. Okay. Then tsunami, flood, temperature, drought, wildfire, and cyclone storms, and epidemic. Besides man-made disasters. അതായത് എപ്പിഡമിക് ഉണ്ട്, പകർച്ചവ്യാധി, അതൊരു ദുരന്തം തന്നെയാണ് അല്ലേ. ചില മരുന്നുകളൊന്നും കണ്ടുപിടിക്കാതെ പകർച്ചവ്യാധി വന്ന് പണ്ട് മുതലൊക്കെ ആൾക്കാർ ഒരുമിച്ച് മരണമടഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതും ഒരു ദുരന്തമായി അത് മാൻമെയ്ഡ് അല്ല, അതെന്താണ്? നാച്ചുറൽ മെയ്ഡാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് എന്ത്? നമ്മുടെ പകർച്ചവ്യാധി വന്ന് മരിക്കുന്നതും